ഒരുപാട് കള്ളക്കേസുകൾ. ഇത് 2023 ED എടുത്ത കേസാണ്. ഇപ്പൊ നിലവിൽ ഒരു 4 മാസം മുമ്പുണ്ടായ കേസല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട്. ഇതൊരു വ്യവസായിയുമായി ബന്ധപ്പെട്ട ബിസിനസ് ടേംസിൽ ഞാനെന്തോ കള്ളത്തരം ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള അന്നത്തെ ഒരു രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഞങ്ങളൊക്കെ ഒരുപാട് ഇവിടെ ചർച്ച ചെയ്തതാണ് ഒരു 3-4 വർഷമായിട്ട് കോറിയുമായി ബന്ധപ്പെട്ട്. അത് ഹൈക്കോടതി തന്നെ അവർ ആ പെറ്റീഷൻ തള്ളി ഞാൻ കുറ്റക്കാരനല്ല എന്നുള്ളത് എനിക്കൊന്ന് ഒരു വർഷം മുമ്പാണ് അതിനെ ഫ്രീ ആക്കിയതാണ്. ഇപ്പോ അന്നെടുത്ത ഇഡിക്ക് കൊടുത്ത പരാതി അവരന്വേഷണത്തിലായിരുന്നു. പലതവണ എന്നെ വിളിപ്പിച്ചു, മൊഴിയെടുത്തു. എന്തായിരുന്നാലും സത്യം ഇങ്ങനെ ഓരോന്നോരോന്ന് തെളിഞ്ഞു വരികയാണ്. അടിസ്ഥാനപരമായിട്ട് ഒരു വ്യക്തിയെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു തെറ്റാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരാള് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെ ഒതുക്കുക എന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഒരു പകപോക്കൽ രീതി, അത് അവസാനം ഇതിലൊക്കെ നീതി ലഭിക്കും, ഈ പോരാട്ടത്തിൽ ഞാൻ ജയിക്കുമെന്ന് ഞാൻ പറയുന്നത് എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഇത്തരത്തിലുള്ള ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം കള്ളക്കേസുകളാണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ പ്രകാരം കേസ് ആർക്കും കൊടുക്കാം. ആ കേസ് കൊടുത്താൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കേണ്ട എന്റെ ബാധ്യത. ഇറ്റ് വിൽ ടേക്ക് ലോങ് ടൈം. അതാണ് നമ്മൾക്ക് ഒരു പ്രൊസീജിയർ സിസ്റ്റം. അതിന്റെ ഭാഗമായിട്ട് ഇതിങ്ങനെ ഡ്രാഗ് ചെയ്ത് പോകും. ഈ പറയുന്ന ചർച്ചകൾക്ക് ഉള്ള ഒരു സാധ്യത തുറന്നു കൊടുക്കുന്നു. എതിരാളികൾക്ക് ഇഷ്ടംപോലെ പ്രചരിപ്പിക്കാം. ഇപ്പൊ ഈ മണ്ഡലത്തിൽ തന്നെ നമ്മൾ വികസനമില്ലായ്മയെ കുറിച്ചാണ് ഞങ്ങൾ അത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ മുഹമ്മദ് റിയാസിന്റെ വണ്ടികളിൽ നിന്ന് വരുന്ന പ്രചരണം പൂർണ്ണമായിട്ടും വ്യക്തിഹത്യയാണ്. പൂർണ്ണമായിട്ടും നമ്മൾ ഇവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അതിന് മറുപടി ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ അദ്ദേഹം ഇല്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് എല്ലായിടത്തും അദ്ദേഹം മാറുകയല്ലേ. ഇപ്പൊ ഏറ്റവും അടുത്ത് മദ്യശാലകൾക്ക്, ബാറുകൾ രാത്രി 10 മണി വരെ ഉണ്ടായിരുന്ന സമയം 12 മണിയാക്കി. സംബന്ധിച്ച് ഞാൻ പറയാം, ഈ മരിമോനിസും ഈ പിണറായിസും ബേപ്പൂരിന്റെ ഈ പിന്നാക്കാവസ്ഥയും പരിഹരിക്കാൻ അതിനു വേണ്ടിയിട്ട് ആര് വോട്ട് ചെയ്താലും ആ വോട്ട് ഞങ്ങൾ സ്വീകരിക്കും. ഇവിടെ രാഷ്ട്രീയമല്ല. ഇവിടെ ഇതൊന്ന് അവസാനിച്ചിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കിട്ടണം. ഇവർക്ക് ഇവിടുത്തെ ആശുപത്രിയിലും ഇന്റർനാഷണൽ മറ്റു കാര്യങ്ങളെ കുറിച്ച്, കുടിവെള്ളമില്ലാത്ത, ആശുപത്രി ഇല്ലാത്ത കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കാൻ കഴിയും. ഒരു KSRTC ബസ്സില്ല. ഇപ്പോൾ UDF നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനം സ്ത്രീകൾക്ക് പൂർണ്ണമായിട്ട് ഫ്രീ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ. ഞാൻ നമ്മുടെ സഹോദരിമാരും എല്ലാം മുന്നിൽ നിൽക്കുക. ഒരു KSRTC ബസ്സില്ല. ഏത് ബസ്സിലാണ്? ബേപ്പൂരില്ല, കടലുണ്ടിയിലില്ല, ഫറൂഖിലില്ല, രാമനാട്ടുകരയിലില്ല. ഒരു സ്ഥലത്ത് ഒരു KSRTC, റൂറൽ KSRTC ഓപ്പറേറ്റ് ചെയ്യാത്ത മണ്ഡലമായിരിക്കും. നിലമ്പൂരിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 10-20 ബസ്സുണ്ട്. കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും ജനങ്ങൾക്കൊന്നും കൊടുത്തിട്ടില്ല. അതിപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ സംസാരിക്കുന്നത് പിന്നെ വ്യക്തിഹത്യ നടത്തുക, ചെറി പറയുക, കൊള്ളക്കേസിനെ കുറിച്ച് പറയുക, ഇതിനപ്പുറമൊന്നുമില്ല. ഈ 2ാം ഘട്ട പര്യടനത്തിൽ കടക്കുന്ന ഘട്ടത്തിൽ എനിക്ക് ഞാൻ നല്ല പ്രതീക്ഷ. ഞാൻ ഈ 13 വർഷത്തിനിടയ്ക്ക് എനിക്ക് തോന്നുന്ന 6ാമത്തെ 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, 5 നിയമസഭാ പദവികൾ. ആ രീതിയിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ജനുവരി 3-ാം തീയതി ഇവിടെ എത്തിയത്. ജനുവരി 3-ാം തീയതി ഇവിടെ എത്തിയിട്ട് ഈ കഴിഞ്ഞ 3 മാസത്തിൽ ഒരു ഏകദേശം 1 ലക്ഷത്തോളം ആളുകളെ ഞാൻ വീട്ടിൽ കണ്ടു. ആ ആളുകളിൽ ഒരു 10-30,000-35,000 ആളുകൾക്ക് ക്ഷയിക്കേണ്ടി വരും. ഈ ആളുകളൊക്കെ സംബന്ധിച്ചിട്ടുണ്ട്. ഞാൻ ഫുള്ളി കോൺഫിഡൻ്റ്, 100% ഇത് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ 4 അപരന്മാർ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ട്. ED അൻവറിനെയും ഇവിടുത്തെ ഈ നാടിന്റെ സത്യത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ തീരുമാനിച്ച പാവപ്പെട്ട മനുഷ്യരെ ഇനിയും ചുറ്റും നിൽക്കുന്നൊക്കെ മനുഷ്യർക്ക് ഇവരുടെ കടലോരത്താണ് നമ്മൾ. ഇവരുടെ നിഷ്കളങ്കരായ ഈ മനുഷ്യർ എനിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായപ്പോൾ ഈ റീലിട്ട ആളുകളെ പറ്റുന്നത് പോലെ ED അൻവറിന്റെ വോട്ട് അപരന്മാരായ അൻവറിനെ വെച്ച് അത് തട്ടിയെടുത്ത് എങ്ങനെയെങ്കിലും ബൈപ്പാസ് ചെയ്തിട്ട് ജയിക്കാൻ കഴിയുന്ന വളരെ വൃത്തികെട്ട വഞ്ചനാപരമായ രാഷ്ട്രീയം. ഇതെന്ത് രാഷ്ട്രീയമാണ്? നേർക്ക് നേരെയല്ലേ ഒരു രാഷ്ട്രീയം? നേർക്ക് നേരെ ഒരു സംവാദത്തിന് അദ്ദേഹത്തെ വിളിച്ചു. നിങ്ങളെയൊക്കെ മുന്നിൽ ഇട്ടിട്ട് 2 മേശയും കസാരയിട്ട് നമ്മളിവിടെ ഇരിക്കാം. നിലമ്പൂരിനെ കുറിച്ചും ഈ പറയുന്ന ബേപ്പൂരിനെ കുറിച്ചും സംസാരിക്കാൻ എത്ര തവണ പറഞ്ഞു. എന്താ ഇദ്ദേഹം വരാത്തത്? അത് തന്നെയാണ് ഇവിടുത്തെ ഇഷ്യൂ. തൊട്ടടുത്തില്ല ഗോതീശ്വരം, ആളുകൾ പറയുന്നത് ഗോതീശ്വരം ശ്മശാനുണ്ട് ഇവിടെ. നിങ്ങൾ പോകുന്ന വഴിക്ക് ഒഴിവുണ്ടെങ്കിൽ അവിടെ പോയി നോക്കാം.
ഈ നിയോജക മണ്ഡലത്തിൽ 1.5 ലക്ഷം 54% ഹൈന്ദവ സമൂഹം ജീവിക്കുന്ന ഈ മണ്ഡലത്തില് ജീവിക്കാൻ ഏതായാലും മാർഗമില്ല, അതൊന്നും ഉണ്ടാക്കി കൊടുത്തില്ല. എന്നാൽ മരിച്ച മനുഷ്യന് അവരെ വിശ്വാസപ്രകാരം ആ കർമ്മങ്ങൾ ചെയ്യാൻ ഇവിടുത്തെ ഈ ശ്മശാനം അതെങ്കിലും നന്നാക്കി കൊടുക്കും. അങ്ങേയറ്റം ദയനീയമാണ്. അപ്പോൾ ആളുകളെ സൂചിപ്പിക്കുക വിശ്വാസം. ഇതിന്റെ സ്ഥിതി. പിന്നെ മേജറായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഇവിടെ ഈ പോർട്ടിന്റെ ഡെവലപ്മെന്റിന്റെ പേരിൽ ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന ഇവർക്കൊന്നും വീടിന് പ്ലാനിങ് ഒരുപാട് സ്ഥലം എക്വയർ ചെയ്തിട്ടുണ്ട്. എക്വയർ ചെയ്താൽ പണം കൊടുക്കണം, പണമില്ല, അവർക്ക് നികുതി അടക്കാൻ കഴിയില്ല, അവർക്ക് വിൽപ്പന നടത്താൻ കഴിയില്ല, അവർക്കത് പണയം വെക്കാൻ കഴിയില്ല. മൊത്തം മനുഷ്യരെ ലോക്കാക്കിയിട്ടിരിക്കുകയാണ്. എന്നാലൊരു ഡെവലപ്മെന്റ് ഉണ്ട്. ഓരോ ദിവസവും ബേപ്പൂർ പോട്ട് താഴോട്ട് പോയി ഇന്നല്ലെങ്കിൽ നാളെ പൂട്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാക്കിയിരിക്കുകയാണ്. അങ്ങനെ മിക്ക ജീവിതം അങ്ങേയറ്റം എല്ലാ മേഖലകളിലും മനുഷ്യർക്ക് പ്രയാസങ്ങൾ മാത്രം സമ്മാനിച്ചതല്ലാതെ ഒരു ആശ്വാസവും കൊടുക്കണം. നേരത്തെ തന്നെ പറഞ്ഞു KSRTC ബസ് പോയിട്ട്, അതായത് യൂണിയൻ വന്നാൽ അടിത്തട്ടിൽ വികസനം വേണ്ടി. തീർച്ചയായിട്ടും നമ്മൾ അടിത്തട്ടിൽ നിന്ന് തന്നെ തുടങ്ങി. അദ്ദേഹം ആകാശത്തേക്കാണ് വികസനം കൊണ്ടുപോയത്. നമ്മൾ ഈ ഭൂമിയിൽ ഈ മനുഷ്യരെയും നിൽക്കുന്ന പച്ച മനുഷ്യരുണ്ടല്ലോ, ഇവരുടെ ജീവിതം അങ്ങേയറ്റം പ്രയാസമാണ്. കടലോര മേഖലയിൽ 5 പൈസ കൊടുക്കുന്നില്ല. ഇവർക്ക് കിട്ടിയിരുന്ന കുറേ സബ്സിഡികൾ ഉണ്ടായിരുന്നു. മണ്ണെണ്ണയായിട്ടും ഈ പറയുന്ന ഡീസലായിട്ടും സ്പെഷ്യൽ റേഷനായിട്ടും കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കോളർഷിപ്പായിട്ടും ഒന്നുമില്ല.